ഈശോം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം വളരെ സുപരിചിതമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 26-ഉം 27-ഉം തിരുവചനങ്ങൾ. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ആരും ഓടിപ്പോകരുത്. പല പ്രാവശ്യം കേട്ടിട്ടുള്ളൊരു വചനമാണ്. എന്നാലും ഈ വചനത്തിലൂടെ നമ്മളോട് കുറേ കാര്യങ്ങൾ ഈശോ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ് നമ്മളിവിടെ കേട്ടത്. ഞാൻ ഈ ശാലോം ടി വിയിൽ ഒരുപാട് തവണ അമ്മയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ അമ്മയെക്കുറിച്ചൊന്ന് പറയാനുള്ള കൊതി കൊണ്ട് വീണ്ടും ഞാൻ ഈ വചനം എടുക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നു, ഈശോ തൻ്റെ ദൗത്യമൊക്കെ പൂർത്തിയാക്കാൻ ഏകദേശം എൻ്റെ അവസാന നാളുകളിലേക്ക് എത്തുന്ന സമയമാണ്. നമുക്കറിയാം, കുരിശുമരണവും പിന്നെ ഉത്ഥാനവും ഒക്കെയാണ്. അപ്പോൾ ആ സമയത്ത് തൻ്റെ ദൗത്യം ഇത്ര മനോഹരമായി പൂർത്തിയാക്കാൻ സഹായിച്ച ഈ അമ്മയെ നമുക്ക് നൽകുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അമ്മയ്ക്കിനി സ്വർഗത്തിൽ പോയിരിക്കാൻ പറ്റിയില്ല. അമ്മയ്ക്ക് ഈ ഭൂമിക്കട നടന്നേ പറ്റുള്ളൂ. അത്രയും കുരിശുമരണം വരെയും കുഞ്ഞായിരുന്ന അമ്മയുടെ ഹൃദയം ഈ ഭൂമിയോളം വലിപ്പമുള്ളതായി തീർന്നു. അമ്മ നമ്മളെ എല്ലാവരെയും ഉൾക്കൊള്ളത്തക്ക രീതിയിൽ, ഏത് സാഹചര്യത്തിലേക്കും ഇറങ്ങി വരത്തക്ക രീതിയിൽ ദൈവപിതാവ് അമ്മയെ അനുഗ്രഹിക്കുകയായിരുന്നു പുത്രൻ്റെ ഈ വാക്കിലൂടെ. അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാ സാഹചര്യങ്ങളിലും ഇറങ്ങി വരുന്നു. എവിടെ നമ്മളായിരുന്നാലും അമ്മയുടെ ആ സാന്നിധ്യം നമുക്ക് ലഭിക്കുന്നു എന്നതാണ് ഇതിലൂടെ നമ്മൾ അർത്ഥമാക്കേണ്ടത്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കാണുന്നുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷപ്രദമായൊരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മളെ അമ്മയുടെ കയ്യിലിരുന്ന കാലഘട്ടമാണ്. പക്ഷേ അന്നൊന്നും നമുക്ക് വലിയ ഓർമ്മയില്ല. അല്ലെങ്കിൽ കുഞ്ഞായിരുന്ന ആ കാലഘട്ടത്തിലാണ് നമുക്ക് ഏറ്റവും സന്തോഷം. ഒരു പ്രശ്നങ്ങളോ ഉത്കണ്ഠകളോ, ഇപ്പോൾ മഴ വരുമോ, കുടയെടുത്തോ, ഭക്ഷണം എന്താണ്, അല്ലെങ്കിൽ പട്ടി വരുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ബസ് കിട്ടുമോ, നമുക്കൊരു ചിന്തയിൽ പുതപ്പുണ്ടോ, പുതപ്പിക്കാൻ, കുളിപ്പിക്കുവോ, തല തോർത്തുവോ, നമുക്കൊരു ചിന്തയിൽ ഏറ്റവും സമാധാനപൂർണമായ ഒരു കാലഘട്ടം അതായിരുന്നു. ഇന്ന് നമ്മൾ അറിയുന്നു. അന്ന് നമ്മൾ ആ കാലഘട്ടത്തെ എങ്ങനെയാണ് കണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ അമ്മയുടെ കയ്യിലിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഏറ്റവും സുരക്ഷിതമായൊരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു വന്ന ഈ സാഹചര്യത്തിൽ ഇന്ന് ഇതേ രീതിയിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു അമ്മയെ ഈശോ തന്നു എന്നതാണ്. നമുക്ക് ആ കൈകളിൽ ഇരിക്കാൻ പറ്റും. അമ്മയുടെ കൂടെ ഇരുന്നാൽ നമുക്ക് ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്നാണെന്നറിയാമോ? ഈ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മ, അമ്മയെ നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ അമ്മയിൽ നിറങ്ങി നിന്ന് ആ ശക്തി മുഴുവൻ നമ്മളിൽ നിറയുമോ? അമ്മ വഹിച്ച ആ ഭാരവും അമ്മ നയിച്ച ആ വഴികളും അമ്മയുടെ ജീവിതത്തിൻ്റെ ആ പ്രത്യേകതകൾ മുഴുവൻ നിറഞ്ഞ ആ ജീവിതത്തെ ഞാൻ വിളിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ പിന്നെ ഉത്കണ്ഠയില്ല, എൻ്റെ ജീവിതത്തിൽ പിന്നെ ഭാരങ്ങളേ ഇല്ല. അമ്മയുടെ ആ ജീവിതം എനിക്ക് ഭയങ്കര കുളിർമയും ആശ്വാസവും നൽകുക. അങ്ങനെയല്ലേ നമ്മുടെ ഈ അമ്മ പൊതിഞ്ഞു വെച്ചത്. അമ്മയുടെ ആ ശക്തിയും അമ്മയുടെ ആ കരുത്തും ഒക്കെ നമ്മളെ പൊക്കിപ്പിടിച്ചുകൊണ്ട് പള്ളിയിലൊക്കെ കൊണ്ടുപോയത് ഓർക്കുന്നില്ലേ? എന്നാ മുട്ടന്മാരാണെങ്കിലും മുട്ടികളാണെങ്കിലും നമ്മളെ എടുത്തുകൊണ്ട് പോയി. അമ്മയുടെ ആ ഒരു ബലമാണ്. നമുക്കൊരു പേടിയില്ല, താഴെ ഇടുവെന്നൊന്നും നമ്മൾ പേടിച്ചിട്ടേ ഇല്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പരിശുദ്ധ അമ്മയുടെ കൂടെ ഇരിക്കുമ്പോൾ അമ്മയുടെ ആ യേശുവിൻ്റെ കൂടെ നടന്നതിൻ്റെ ആ കരുത്തുണ്ടല്ലോ, ആ കരുത്ത് നമുക്ക് ഭയങ്കരമായ ശക്തി നൽകുകയാണ്. ഈ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ ഓർമ്മകളിൽ, ചിന്തകളിൽ, പ്രവർത്തനങ്ങളിലെല്ലാം ഉണ്ടായിരിക്കേണ്ട ഒരു വ്യക്തിയാണ്. ഇവിടെ ഈശോ ഇങ്ങനെ പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചിട്ട് പിന്നെ നമ്മൾ കാണുന്നത് അമ്മ ഉടനെ തന്നെ പണി തുടങ്ങുകയാണ്. അതായത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:14 അമ്മ എങ്ങോട്ട് പോയെന്നും നമ്മൾ ഈ സുവിശേഷത്തിൽ കാണുന്നില്ല. എങ്കിലും ഏകമനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ ഒരുക്കാൻ തുടങ്ങി. ഇവരെ ഒക്കെ അപ്പോസ്തലയായ സുവിശേഷം പ്രഘോഷിച്ചും അടുത്ത് വന്നപ്പം അമ്മ ആശ്വസിപ്പിക്കുകയോ? അമ്മ തുടങ്ങി എല്ലാ മക്കളുടെയും കൂടെ
അവിടെ ജീവിതത്തിൻ്റെ ദൗത്യം കൃത്യമായി നിർവഹിക്കുവാൻ, യേശുവിൻ്റെ ദൗത്യം നിർവഹിക്കുവാൻ സഹായിച്ചതുപോലെ ഈ അമ്മയെ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് വിളിച്ചു വരുത്താം. നമ്മൾ കാണുന്നില്ലേ, ഈ ഫാത്തിമയിൽ 3 കുഞ്ഞുങ്ങൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്? അവരെന്താ ചെയ്തത് കണ്ടോ? അമ്മ ആ ആട് മേയ്ക്കാൻ പോയപ്പോൾ അവിടെ ഇടയിലേക്ക് ചെന്നു. തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ഓരോരുത്തരുമേ, കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നവരെ, വയലേലകളിൽ കഠിനാധ്വാനം ചെയ്യുന്നവരെ, എവിടെയായിരുന്നാലും അമ്മ തണലേകാൻ അവിടെ വരുന്നു. ഈ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അമ്മ അവിടെ ചെല്ലുകയാണ് കുഞ്ഞുങ്ങളോടൊപ്പം. അനുസരിച്ച് ജീവിച്ച കുഞ്ഞുങ്ങളായിരുന്നു കേട്ടോ, കുരുത്തക്കെട്ടൊന്നും കാണിച്ചില്ല. അവർ ആടിനെ തീറ്റാൻ പോയതാണ്. ആടിന് ഭക്ഷണം കൊടുക്കാൻ ആടിനെയും കൊണ്ട് പോയ സമയത്താണ് പരിശുദ്ധി അമ്മ, നമ്മൾ അവിടെ ചെന്നിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു കുച്ചു കുച്ചു കാടുകളാണ് അവിടെ ഫാത്തിമയിൽ നമ്മൾ കാണുന്നത്. ആ കുഞ്ഞുങ്ങളോടൊപ്പം അമ്മ അവിടെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാണ്. ഞാൻ പറഞ്ഞത് വലിയ കാര്യങ്ങളൊക്കെ അമ്മ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുത്തു, അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഞാൻ പറയുന്നത് ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും അമ്മയ്ക്ക് സ്വർഗത്തിലിരിക്കാൻ പറ്റില്ല. പെർമിഷൻ കൊടുത്തു ഈശോനാഥൻ കുരിശിൽ കിടന്നുകൊണ്ട്, ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ അമ്മയെന്ന് എല്ലാ മനുഷ്യഗണത്തെയും, എല്ലാ ശിശുഗണത്തെയും, എല്ലാ മക്കളെയും ഏൽപ്പിച്ചു കൊടുത്തേക്കുന്നതുകൊണ്ട് അമ്മ അവിടെ ഇരിക്കത്തേയില്ല. അമ്മ ഭൂമിക്കടെ ഇങ്ങനെ എല്ലാവരുടെയും കൂടെ നടക്കുകയാണ്. നീ അറിയാതെ ജീവിത കടമകൾ ചെയ്യുമ്പോൾ, നീ വിശ്വസ്തമായി നിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും നീ തളരരുതേ എന്നാണ് അമ്മയുടെ ആഗ്രഹം. അമ്മയുടെ ആഗ്രഹം ഇതിനെല്ലാം നിത്യതയുടെ തീരങ്ങളിൽ പ്രതിഫലം വെച്ചിട്ടുണ്ടെന്ന് അമ്മ നമ്മുടെ അടുക്കൽ വന്ന് നിശബ്ദമായിട്ട് പറഞ്ഞു തരുന്നതെന്ന് ഓർക്കണം നമ്മൾ. ഏതൊരു സാഹചര്യവും ആയിക്കൊള്ളട്ടെ, ഒറ്റയ്ക്ക് ജോലി ചെയ്യുകയോ ബുദ്ധിമുട്ടുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ആയിക്കൊള്ളട്ടെ, ആ കുഞ്ഞുങ്ങളുടെ കൂടെ നിന്ന് അമ്മ നമ്മുടെ കൂടെയും. ഇത് ശ്രവിക്കുന്ന ഓരോരുത്തരും ഓർത്ത് നോക്കിക്കേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ അലസമായിട്ട് ജീവിതത്തിൻ്റെ കർത്തവ്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നുണ്ടോ? ചിലപ്പോൾ തളർന്നിട്ടാകാം, ഇഷ്ടമില്ലാഞ്ഞിട്ടാവാം, ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാകാം. പക്ഷേ നമ്മൾ ഓർക്കുക, അമ്മ അവിടെ നമ്മളെ സഹായിക്കാനായിട്ട് കടന്നു വരും. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ലൂർദിലെ ബൻഡിക്റ്റ പുണ്യവതി, പാവം, അത് രോഗിയായിരുന്നു. ശ്വാസം മുട്ടലും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടായിരുന്ന ആ കൊച്ചു പെൺകുട്ടി മാതാപിതാക്കളെ അനുസരിച്ച് വിറക് വെറുക്കാൻ പോയതാ. ആടിനെ തീറ്റുന്നവരുടെ കൂടി വിറക് വെറുക്കുന്നവരുടെ കൂട്ടത്തിൽ. അതായത് സാധാരണ ഗ്രാമീണ അന്തരീക്ഷത്തിൽ വലിയ വലിയ ഉത്തരവാദിത്വങ്ങളോ വലിയ വലിയ പേരോ പ്രശസ്തിയോ ഒന്നും നമുക്കില്ലെങ്കിലും നമ്മൾ ഓർക്കുക, ആ സ്വർഗീയ കവചം, ആ സ്വർഗീയമായൊരു മേൽക്കൂര, ആ സ്വർഗീയമായൊരു സംരക്ഷണം എപ്പോഴും നമ്മളുടെ കൂടെയുണ്ട്. പരിശുദ്ധ അമ്മയുടെ ആ സംരക്ഷണം അമ്മയ്ക്ക് കടന്നു വരാൻ പറ്റാത്ത ഒരു തലങ്ങളുമില്ല, ഒരു തലങ്ങളുമില്ല. കുടുംബത്തിൻ്റെ ഏതൊരു അന്തരീക്ഷത്തിലും ഏത് ജീവിതാന്തസ്സുകളിലും അമ്മയ്ക്ക് കടന്നു വരാനായിട്ട് സാധിക്കും. കാരണം പിതാവും പുത്രനും പരിശുദ്ധനും ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഇത്. ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഇതാ നിൻ്റെ മക്കൾ എന്ന് തന്നെയല്ലേ പറഞ്ഞത്? മകൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് പറഞ്ഞു, യോഹന്നാനെ കണ്ടുകൊണ്ട്. അപ്പോൾ ഈ മക്കളെ അങ്ങ് ഏൽപ്പിച്ചു തന്നതുകൊണ്ട് ഒരു ഭാരത്തിൻ്റെയും ആവശ്യമില്ല. സത്യത്തിൽ നമ്മൾ എന്തുമാത്രം സന്തോഷിക്കേണ്ടവരാണ്, എന്തുമാത്രം ആഹ്ലാദിക്കേണ്ടവരാണ്. ഈ സ്വർഗീയ കവചം, ഈ സ്വർഗീയ മേൽക്കൂര, ഈ സ്വർഗീയ മേലങ്കി നമ്മളെ എപ്പോഴും പൊതുങ്ങി പിടിച്ചേക്കുന്നത് കൊണ്ട് നമ്മൾ എന്തുമാത്രം സന്തോഷിക്കണം, ആനന്ദിക്കണം. നമ്മുടെ ഫ്രാൻസിസ് പാപ്പ മാതാവിൻ്റെ വലിയ ഒരു ഭക്തനല്ലേ, ഒരു നല്ലൊരു ആ ഫ്രാൻസിസ് പാപ്പ നമുക്ക് പറഞ്ഞു തരില്ലേ, കാറ്റത്തിങ്ങനെ കാറ്റടിക്കുമ്പോൾ വൃക്ഷത്തിൽ നിന്ന് ഇലകളിങ്ങനെ കൊഴിഞ്ഞു 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 വീഴുന്നത് പോലെ അമ്മയുടെ സംരക്ഷണത്തിനില്ലെങ്കിൽ നമ്മൾ ആടി ഉലഞ്ഞ് നമ്മൾ അടിച്ചു വീഴുമെന്ന്. എന്ത് കൃത്യമായിട്ട് നമ്മളൊക്കെ ഈ വൃക്ഷത്തിൽ നിന്ന് ഇലകൾ വീഴുന്നതൊക്കെ കൃത്യമായിട്ടും കണ്ട് നമുക്കറിയാം അതിൻ്റെ വീഴ്ച തീർന്നു, പിന്നെ ഒരു ബന്ധവും ഇല്ല എന്നപ്പോൾ ഈ പരിശുദ്ധ അമ്മയുമായുള്ള ഈ കണക്ഷൻ, ഈ ഒരു ആ സംരക്ഷണ വലയം ഏതു തരത്തിലുള്ള അധ്വാനത്തിൻ്റെയോ അല്ലെങ്കിൽ ഭാരത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതൊരു രീതിയിൽ ഉള്ള അവസരമാണ്. കാറ്റ് പല രീതിയിലാണല്ലോ ഫ്രാൻസിസ് പാപ്പ പറയുന്നത് പോലെ. ഏതൊരു കാറ്റടിക്കുകയാണെങ്കിലും ഈ അമ്മയുടെ കൂടെയുള്ള ആ ഒരു സാന്നിധ്യവും ആ ഒരു അവബോധവും നമുക്ക് വലിയ വലിയ സംരക്ഷണമാണ്. നമുക്ക് വലിയ ജീവിതത്തെ വളരെ പ്രത്യാശയോടെ ധൈര്യത്തോടെ നേരിടുവാൻ, ജീവിതത്തെ വളരെ സന്തോഷത്തോടെ നോക്കിക്കാണുവാനായിട്ട് നമുക്ക് ഇടം നൽകുകയാണ്. ഏത് ജീവിത വ്യാപാരങ്ങളിലും ആക്കി, നീ ഒരു നേഴ്സാണോ, ഹോസ്പിറ്റലിലെ ജീവിതം എന്നാ? ആരായിരുന്നു ആദ്യത്തെ നേഴ്സ്? അമ്മയായിരുന്നു. ഏതാ നിൻ്റെ ജോലി ഒന്ന് ഓർത്തു നോക്കിക്കേ. ഏത് ജോലിയും ആയിക്കൊള്ളട്ടെ, അമ്മ അവിടെ ഓടി വരും.
അമ്മ അവിടെ ഓടി വരും. അമ്മ ഓടിച്ചെന്നില്ലേ എലിസബത്തിൻ്റെ അടുക്കൽ. എലിസബത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അമ്മ അവിടെ ഓടിച്ചെന്നു. നീ ഒരു ഹോസ്പിറ്റലിൽ ഒരു 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 ജീവിതാന്തസ് തിരഞ്ഞെടുത്ത് നീ ഹോസ്പിറ്റലിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് ഒരു നിൽക്കുന്നതാണ്. എന്തുമാത്രം സഹനങ്ങളാണ് അവിടെ, എന്തുമാത്രം ഈ നേഴ്സസിൻ്റെയൊക്കെ കണ്ണുനീരുകളും അവിടെ കഠിനാധ്വാനവും അവിടെ പ്രശ്നങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ കയ്യിൽ നിന്ന് ഒരു 10 പൈസ മേടിച്ച് തിന്നതിന് നമുക്കും കൂടെ ഉത്തിരിപ്പ് കട ഉണ്ടെന്ന്. അതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവർ 10 പൈസ കൊണ്ടുത്തരുന്നത്, പ്രത്യേകിച്ച് ഫോറിൻ രാജ്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുക, പൊന്നു മക്കളെ, ഈ കഠിനാധ്വാനം അമ്മ എടുത്തുകൊണ്ട് പൊയ്ക്കോളും. അമ്മ സഹായിക്കും. അമ്മയ്ക്ക് അറിയാം എങ്ങനെയാണ് നമ്മളെ സഹായിക്കേണ്ടത് എന്ന്. നീ ഏതൊരു തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അമ്മയെ ഒന്ന് കൂട്ടുപിടിക്കാതെ, അതാ ഫ്രാൻസിസ് പാപ്പ എപ്പോഴും പറയുന്നത്, അമ്മയുമായുള്ള ബന്ധം നമ്മളെ ഏതോ ഒരു ലോകത്തിലേക്ക്, ഏതൊരു ലോകമല്ല കേട്ടോ, ആ സ്വർഗീയ തലത്തിലേക്ക്, ആ സ്വർഗീയ ആനന്ദത്തിലേക്ക് നമ്മളെ എത്തിക്കുകയാണ്. അമ്മമാരുടെ ഒരു പ്രത്യേകത മക്കളുടെ കൂടെയൊക്കെ ആയിരിക്കണമെന്നാണല്ലോ എപ്പോഴും അമ്മമാരുടെ പ്രത്യേകത. ഈ അമ്മയും അങ്ങനെ ആഗ്രഹിച്ച് എന്നെ ഒന്ന് വിളിക്കണേ മാതാവേ, എന്നെ ഒന്ന് വിളിക്കണേ എന്ന് അമ്മ ഓർക്കും. എന്നെ ഒന്ന് വിളിച്ചാൽ മതി. നമ്മൾ വിളിക്കില്ല, നമ്മൾ മിണ്ടില്ല, നമ്മൾ സ്വന്തം കാര്യങ്ങൾ ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ അമ്മയുടെ മനസ്സെന്ന് പറയുന്നത് സാധാരണ അമ്മമാരുടെ മനസ്സ് പോലെ ഒന്നുമല്ല. ഒരിക്കലും മക്കളുടെ ഒരു കുറവ് കണ്ടുകൊണ്ട് ലജ്ജിക്കൊന്നുമില്ല അമ്മ, അല്ലെങ്കിൽ മക്കളുടെ ഒരു കുറവ് കണ്ടുകൊണ്ട് അമ്മയൊന്നും പരാതിപ്പെടുകയൊന്നുമില്ല. അമ്മയുടെ സ്വഭാവം അങ്ങനെയാണ്. ഞാൻ ഓർക്കുകയാണ് ഒരു സംഭവം. ഒരു അമ്മ പ്രാർത്ഥിക്കാനായിട്ട് വന്നിട്ട്, ഈ മകൻ ഈ ഭൂമിയിൽ എന്തെല്ലാം കുരുത്തക്കേടുണ്ടോ അതെല്ലാം ചെയ്തേക്കുന്ന ഒരു മനുഷ്യനാണ്. ആ നാട്ടിലുള്ള സർവ്വമാന മനുഷ്യർക്കും അറിയാം. ഏതെല്ലാം രീതിയിൽ മാതാപിതാക്കളെ ഉപദ്രവിക്കാവോ അതെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുരുത്തക്കേടിൻ്റെ ഒരു വിത്തായിരുന്നു ഈ മനുഷ്യൻ. എന്നാൽ ഈ അമ്മയോട് സംസാരിക്കുമ്പോൾ അമ്മ പറയും, അവന് എന്തോ ഇച്ചിരിയൊക്കെ ഒരു പന്തികേട് പോലെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. എല്ലാ ആഴ്ചയിലും അങ്ങനെയാണ്, എല്ലാ ദിവസവും അങ്ങനെയാണ്, 24 മണിക്കൂറും അങ്ങനെയാണ്. ഞങ്ങൾക്ക് അങ്ങനെ അപൂർവം ചില അമ്മമാർ വിശാലമായ ഹൃദയമുള്ളവർ കാണുമായിരിക്കും. പക്ഷേ പൊതുവേ നമുക്ക് പരാതിയാണല്ലോ മക്കളെക്കുറിച്ച്. അമ്മ പറയും, അവന് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കുരുത്തക്കേട് കാണിക്കുമെന്നല്ലാണ്ട് അവൻ ഓമനപുത്രനാന്നാണ് പറയുന്നത്. നമുക്ക് ഒരു നിമിഷം അവരോട് നിൽക്കാൻ പറ്റത്തില്ല. അതുകൂട്ടി സാധനത്തെ നോക്കിയിട്ടാണ് സ്വന്തം അമ്മ പറയുന്നത്. കണ്ടോ, എന്താണ് പരിശുദ്ധി അമ്മയൊന്നും അല്ലല്ലോ നമ്മുടെ അമ്മമാർ. ആ അമ്മയ്ക്ക് ആ മകനെ ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു ശക്തി എന്ന് ഓർത്ത് നോക്കിയേ. അമ്മ വിചാരിച്ച് പരിശുദ്ധി അമ്മയോട് മേടിച്ചിട്ട് ശക്തി കിട്ടുന്നതായിരിക്കും അങ്ങനെയൊക്കെ പറയാനായിട്ട്. എന്തായാലും ആ അമ്മയുടെ ഒരു മനസ്സ്, നമ്മുടെ പരിശുദ്ധി അമ്മ ഒരിക്കലും നമ്മൾ ഓർക്കുക, നമ്മുടെ കുറവുകളെ എന്ത് ചെയ്യും? സ്വർഗീയ പിതാവിനോട് പറയും, അമ്മയുടെ യോഗ്യത അങ്ങ് ചേർക്കും. നമ്മൾ പരിശുദ്ധി അമ്മയോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്തായിരുന്നേ? അമ്മ എൻ്റെ ഹൃദയത്തിൻ്റെ അശുദ്ധിയെല്ലാം അമ്മയുടെ ഹൃദയത്തെ ചേർത്ത് വെച്ച് അമ്മയുടെ ഹൃദയമാണ് എനിക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. അത് അമ്മയുടെ ഒരു പ്രത്യേകത. അമ്മയുടെ പ്രത്യേകത അങ്ങനെയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ പല വിചാരങ്ങളെല്ലാം അമ്മ ഏറ്റെടുത്തിട്ട് പല വിചാരത്തിലില്ലാത്ത പ്രാർത്ഥന അമ്മ സമർപ്പിക്കുക. അതാണ് അമ്മയുടെ പ്രാർത്ഥനത്തെ ഗുണം. നമുക്ക് പകരം നമ്മുടെ ജീവിതം, പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതവും എൻ്റെ ശരീരവും എനിക്കുള്ളതെല്ലാം ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് സമർപ്പിക്കാനായിട്ട് എന്താണ് യോഗ്യതയൊന്നുമില്ലെങ്കിൽ അമ്മയുടെ ജീവിതത്തെ ഏറ്റെടുത്ത് അമ്മ സ്വർഗീയ പിതാവിനെ സമർപ്പിക്കുക. അതാണ് അമ്മയോട് ചേർന്ന് ജീവിക്കുന്നതിൻ്റെ പ്രത്യേകത. അതാണ്. അപ്പോൾ നമ്മളൊന്ന് ഓർക്കുക, പരിശുദ്ധ അമ്മയെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും നമ്മൾ എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുകയും അമ്മയുടെ ജീവിതത്തിൻ്റെ ആ തലങ്ങളെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളറകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി നമ്മൾ മാറ്റുകയും ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ കാണുന്നുണ്ട് ഈ ഫാദർ ഡാമിയൻ മൊളോക്കോ ദ്വീപിലേക്ക് കുഷ്ഠരോഗികളെ നോക്കാനായിട്ട് പോയത് 33 വയസ്സുള്ളപ്പോൾ ഈ വന്ധ്യവൈദികൻ പോകുവാനായിട്ടുള്ളൊരു കാരണം ഞാൻ എന്നും ഓർക്കും, പരിശുദ്ധി അമ്മയോടുള്ള അഗാധമായ ഭക്തിയാണ് എന്ന്. ആ വീട്ടിൽ പ്രത്യേകം പറയുന്നൊരു കാര്യമാണ്, അവിടെ ഒരു ജപമാലയിൽ 53 പകരം 63 മണി കുരുക്കളായിരുന്നു ഇട്ടിരുന്നത്, മണികളായിരുന്നു ഉണ്ടായിരുന്നത് എന്ന്. ഞാൻ വിചാരിക്കുക, ആ മണിയുടെ ബലമൊന്നുമല്ല, പക്ഷേ ആ കൊന്തയുടെ ബലമൊന്നുമല്ല, പക്ഷേ അമ്മയോടുള്ള ആ ഒരു ബലം, അമ്മയോടുള്ള ആ ഭക്തി ഏത് പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്യാനായിട്ട് സാധിക്കുന്നു, എത്ര പ്രതിബന്ധവും ഏറ്റെടുക്കുവാനായിട്ട് സാധിക്കുന്നു എന്നതാണ്. പ്രിയ സഹോദരങ്ങളെ, അമ്മ കടന്നു പോകാത്ത വഴികൾ ഒന്നുമില്ലല്ലോ. നമ്മൾ ഈ കാനായിലെ കല്യാണമൊക്കെ ഒന്ന് വായിക്കുമ്പം നമുക്ക് ചിലപ്പം ചിന്തിക്കാൻ തോന്നുന്നില്ല, ഈശോയ്ക്ക് അതൊക്കെ ചെയ്താൽ പോരായിരുന്നോ? ഈശോ കാണാതെയൊന്നുമല്ലല്ലോ, എല്ലാം കാണുന്ന ഈശോ അനങ്ങി കൊടുത്തില്ല.
ഈശോയും അവിടെ ഉണ്ടായിരുന്നു, അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോ ക്ഷണിക്കപ്പെട്ടു. എന്തായാലും അവിടുത്തെ പിരിവിരിപ്പും അവിടുത്തെ ബഹളമൊക്കെ കണ്ടു കാണും. മിണ്ടി കൊടുത്തില്ല ഈശോ. എന്താ മിണ്ടി കൊടുക്കാത്തതിൻ്റെ കാരണം? അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും ഈശോ എന്ന് വിചാരിച്ചിട്ടുണ്ടാകണം അമ്മയോടൊന്ന് ചോദിക്കട്ടെ, അമ്മ വഴി ഇങ്ങോട്ട് വരട്ടെ, അമ്മ വഴി ചോദിക്കട്ടെ. അമ്മയുടെ ആ സാന്നിധ്യം, അമ്മയുടെ ആ ഇടപെടൽ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അമ്മയോട് ചോദിക്കുന്നത് ഈശോയ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, അമ്മയിലൂടെ ചോദിക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും എവിടെ ഒറ്റപ്പെട്ട് നമ്മൾ നിൽക്കുന്നുവോ, എവിടെ നമ്മൾ പ്രയാസപ്പെട്ട് നിൽക്കുന്നതോ, ഏത് ജോലി സ്ഥലത്ത് നമ്മുടെ ഹൃദയം വിങ്ങിപ്പൊട്ടുന്നുവോ, എങ്ങോട്ട് പോകണമെന്ന് തിരിയാതെ വേദനിക്കുന്നുവോ, അങ്ങനത്തെ ഒരു വേദനയുടെ ഒരു ആവശ്യമേ നമുക്കില്ല. നമുക്ക് ആവശ്യമില്ല. ഇത് നമ്മൾ കേൾക്കുകയല്ല, ഉള്ളിലേക്ക് നമ്മൾ ചെയ്യണം. അമ്മേ വായോ, അമ്മേ അമ്മേ വായോ അമ്മ. 7 പ്രാവശ്യം IELTS എഴുതിയിട്ട് തോറ്റുപോയൊരു കൊച്ചിനോട് ഞാൻ പറഞ്ഞിട്ട്, നീ ഇനി 8ാമത്തെ പ്രാവശ്യം പോവല്ലേ, നീ അമ്മയെക്കടെ ഒന്ന് വിളിച്ചുകൊണ്ട് പോകൂ. ഇവൾക്ക് അമ്മയോട് വലിയ ഭക്തിയൊന്നുമില്ല. നീ ആദ്യത്തെ നേഴ്സായിട്ട് നീ നേഴ്സിങ്ങിന് അങ്ങോട്ട് പോവുക. 7 പ്രാവശ്യം എഴുതിയിട്ട് അവൾ തുന്നം പാടിയതാണ്. 8ാമത്തെ പ്രാവശ്യം പോകുമ്പോൾ നീ ചെല്ലൊരു 3 നന്മ ഉറങ്ങറിയാം. എന്നും നീ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ജപമാല ചെല്ലണം. സ്പെഷ്യലായിട്ട് നീ ഒന്ന് ചെല്ലി നോക്കിക്കേ, നിനക്കിത് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. അവൾക്ക് കിട്ടി, അവൾ കയറിപ്പോയി. പരിശുദ്ധി അമ്മയെ നമ്മൾ ഈശോയുടെ ആഗ്രഹം അതാ. അമ്മയോടും കൂടി ഒന്ന് ചോദിക്കട്ടെ, അമ്മയിലൂടെ ഇതങ്ങോട്ടൊന്ന് കടന്നു വരട്ടെ, അമ്മയിലൂടെ ഇവർ ആവശ്യപ്പെടട്ടെ. ഈശോ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുമോ? ചില കാര്യങ്ങളൊക്കെ സാധിക്കാത്തതിൻ്റെ കാരണം എന്താ? ഇത് കേൾക്കുമ്പോൾ ചിലർ പറയും ഈശോയ്ക്ക് ശക്തി ഒന്നും കാര്യമൊന്നുമല്ല ഇവിടുത്തെ കാര്യം. ഈശോയുടെ ശക്തിയെക്കുറിച്ച് എല്ലാവർക്കും ബോധമുള്ളതാണ്. ഈശോയുടെ കൃപകളും അനുഗ്രഹങ്ങളും ഒക്കെ ബോധമുള്ളത് തന്നെയാണ്. അതല്ല ഇവിടെ പറയുന്നത്. നമുക്ക് അവസാന നിമിഷങ്ങളിൽ തന്ന ആ മാതൃസ്നേഹം, ആ മാതൃഹൃദയം, നമ്മുടെ മുഴുവൻ പോരായ്മകളും ഈശോ നോക്കുമ്പോൾ അമ്മയാണ് കാണുന്നത്. ഞാൻ അമ്മയെ പറ്റിപ്പിച്ച് നിൽക്കുവാണല്ലോ, അമ്മയാണല്ലോ ഈ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. ഈശോയ്ക്ക് പിന്നെ എന്നെ ഉപേക്ഷിക്കാൻ, അതിന് വിശുദ്ധ മോൺപോട്ടൊക്കെ പറയുന്നത്, എന്നും മാതാവിനോട് ഭക്തിയുള്ള ജപമാല ചെല്ലുന്നവർ ഒരിക്കലും ജീവിതത്തിൽ പഴച്ചു പോകുകയെന്ന, തെറ്റിൽ അകപ്പെടുകയെന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ഈശോ എന്നെ നോക്കുമ്പം ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ഒട്ടി നിൽക്കുകയാണ്. വേറൊരു സാധനം അമ്മയോട് ചേർന്ന് അമ്മയാണ് ആദ്യമേ കാണുന്നത്. പിന്നെ എൻ്റെ ബലഹീനതകൾ അമ്മയ്ക്ക് എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റുമോ? അപ്പോൾ ആ മാതൃസ്നേഹത്തിലേക്കുള്ള ആ ഒട്ടിപ്പിടുത്തം, ആ സ്നേഹം, ആ ബന്ധം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും നമുക്ക് വളരെയേറെ ആവശ്യമുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഈ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി ഇങ്ങനെ പങ്കുവെച്ചത് ഞാൻ ഓർക്കുകയാണ്. എൻ്റെ സിസ്റ്ററെ, ചെറുപ്പത്തിലൊക്കെ ഞാൻ ഒരുപാട് മാതാവിൻ്റെ മുൻപിൽ പൂക്കൾ വയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ജപമാല ചെല്ലുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനകം മിടുക്കനായ ആൾ വിചാരിച്ചു, ഇതൊക്കെ എന്നാ ഒരു പഴഞ്ചൻ രീതി എന്ന് പറഞ്ഞാൽ അവൻ നിന്നിട്ട് ലോകത്തിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോയി. ഇഷ്ടമുള്ള രീതിയിൽ അവനങ്ങോട്ട് ജീവിക്കാനായിട്ട് തുടങ്ങി. അവസാനം തലയും കുത്തി മറിഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് തിരിയാൻ പറ്റില്ല. ഇതെല്ലാം ഞാനിപ്പോൾ ഇവിടെ ഈ മനോഹരമായ നിമിഷങ്ങളിൽ വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. അവൻ ചെന്നുപെടാത്ത യാതൊരു കാര്യങ്ങളും ഇല്ല. ഞാൻ ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കണ്ടത് എന്താണെന്നറിയാമോ? അമ്മ ഒരു കുഞ്ഞിനെ ഇങ്ങനെ മടിയിൽ ഇങ്ങനെ ഇറുക്കി പിടിക്കാനായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയുടെ കയ്യിൽ നിന്ന് ഈ കൊച്ച് താഴെക്കട ഊർന്നങ്ങോട്ട് ഒരൊറ്റ പോക്ക്. നോക്ക് എങ്ങനെയാണെന്ന്. അടിക്കട ഒരൊറ്റ അവനങ്ങ് ഊർന്നു പോയി അത്ര തന്നെ. ഞാൻ നേരം അവനോട് ചോദിച്ചേടാ, നീ ചെറുപ്പം മുതൽ ഒരു കുരിശ് വരയ്ക്കുകയും പ്രാർത്ഥിക്കുകയും മാതാവിനോട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്ന മകനായിരുന്നു? ആയിരുന്നു സിസ്റ്ററെ, ആയിരുന്നു. പക്ഷേ അതിന് ശേഷം ലോകത്തിൻ്റെ അറിവുകളാണല്ലോ, അവൻ പതുക്കെ ഊർന്നിറങ്ങിപ്പോകുന്ന കുടുംബങ്ങളെ, ഊർന്നിറങ്ങിപ്പോകുന്ന വ്യക്തികളെ, ഊർന്നിറങ്ങിപ്പോകുന്ന സമൂഹങ്ങളെ അമ്മയുടെ സംരക്ഷണ വലയത്തിലേക്ക് കടന്നു വരുന്നില്ല എങ്കിൽ ചെകുത്താൻ നമ്മളെ എടുത്തിട്ട് ആഞ്ഞടിക്കും, അവൻ നമ്മളെ പേറ്റുമറിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും ഇല്ല. അമ്മയ്ക്ക് ഏതിടങ്ങളിലും, ഏത് സ്ഥലങ്ങളിലും, ഏത് ആവശ്യങ്ങളിലും കടന്നു വരാനുള്ള പെർമിഷൻ, അനുവാദം സ്വർഗത്തിൽ നിന്ന് കൊടുത്തിരിക്കുക. ആ കൊടുത്തിരിക്കുന്ന അമ്മ ഇറങ്ങി വന്ന് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുക. നമുക്ക് അമ്മയുടെ അടുക്കിലേക്ക് കടന്നു വരാം. അമ്മയെ നമുക്ക് കൂടുതലായിട്ട് സ്നേഹിക്കാം. അമ്മയുടെ ജീവിതത്തിൽ നിന്നും ഒപ്പിയെടുക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ഒപ്പിയെടുക്കാനുള്ള കഴിവില്ല. പക്ഷെ നമ്മൾ അമ്മയെ വിളിച്ചപേക്ഷിച്ച് കഴിയുമ്പോൾ അമ്മ അതെനിക്ക് തരികയാണ്. ഞാൻ ആരെയാണോ വിളിക്കുന്നത്, ആരോടാണോ പ്രാർത്ഥിക്കുന്നത്, ആ വ്യക്തിയുടെ കൃപകൾ നമ്മളിലേക്ക് വരും. നല്ല നല്ല ക്രിക്കറ്റ് താരങ്ങളെയൊക്കെ നമ്മൾ വിളിക്കുമ്പം അവരുടെ ബലമൊക്കെ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന പോലെ തോന്നിയല്ലേ. നല്ല നല്ല സിനിമാ താരങ്ങളുടെ കമ്മലുകളൊക്കെ ഇട്ടിട്ട് നമ്മൾ വിചാരിക്കും ഞാൻ നടക്കുന്നത് ഇപ്പോൾ അവളെ പോലെയാണെന്ന്. അല്ലെങ്കിൽ ഇന്ന വ്യക്തിയെ നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഞാനിപ്പോൾ നടക്കുന്നത് അതുപോലെയൊക്കെയാണ്. അങ്ങനെ നമ്മൾ സത്യത്തിലാകുന്നില്ല. എനിക്കൊരു ചിന്തയാണത്.
എനിക്കൊരു ചിന്തയാണത്. ആരാണ് നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ആരെയാണോ നമ്മൾ ഓർക്കുന്നത് അതുപോലെയാണെന്ന്. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു സിനിമാ നടിയെ പോലെ ഇപ്പം നിൽക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ മനസ്സിലിപ്പോൾ സിനിമാ നടിയാണെങ്കിൽ, അപ്പോൾ ഏതൊരു വ്യക്തിയാണെങ്കിലും എന്ന് പറഞ്ഞതുപോലെ എൻ്റെ മനസ്സിലിരിക്കുന്നത് ആരാണോ അതുപോലെ നമ്മൾ ആയിത്തീരും എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം പരിശുദ്ധ അമ്മയോടുള്ള ആ സ്നേഹവും അടുപ്പവും കുട്ടികളെ ആ മനോഭാവം നമുക്ക് വേണം. കൊച്ചു കുട്ടികൾക്ക് ഓടി അങ്ങോട്ട് ചെല്ലുകയല്ലേ, അമ്മ ഇപ്പം കുളിച്ചോ ഉറങ്ങോ എന്താ ഒരു പ്രശ്നമൊന്നുമില്ല, ഓടി അങ്ങോട്ട് ചെന്നിട്ട് ആ കാര്യം ചോദിക്കും. അമ്മ ഭക്ഷണം കഴിച്ചു വന്നാൽ പിന്നെ അമ്മ കഴിച്ചെങ്കിൽ എനിക്ക് താന്നും ആരും പറഞ്ഞ് നമ്മൾ ഇന്നുവരെയും കേട്ടില്ല, നമ്മളോട് ചോദിച്ചിട്ടുമില്ല. ഇത്രയും വലുതായിട്ട് പോലും നമ്മൾ ചോദിച്ചില്ല അമ്മയെ ഭക്ഷണം കഴിച്ചോന്ന്. എനിക്കുള്ളതാണെന്നാണ് നമ്മളെല്ലാവരും പറയുന്നത്. അതിനേക്കാളുപരിയായ വാത്സല്യവും അതിനേക്കാളുപരിയായ സ്വാതന്ത്ര്യവും നമുക്ക് നൽകിയിരിക്കുന്ന അമ്മയൊക്കെ ഉപേക്ഷിച്ചിട്ടല്ലേ ഏത് നേരവും കണ്ണുനീരും കയ്യുമായിട്ട് നമ്മൾ ജീവിക്കുന്നത്. ഈ ഏത് നേരം എന്തോ ഒരു പ്രശ്നങ്ങളാ, എന്തോ ഒരു പ്രാർത്ഥനകളാ, ധ്യാനങ്ങളാ, കൗൺസിലിങ്ങുകളാ, എവിടാ നമ്മൾ എത്തുന്നത്? നമ്മൾ ഉപയോഗിക്കേണ്ട ഈ കരങ്ങളെ, ഉപയോഗിക്കേണ്ട ഈ ശക്തികളെ നമ്മൾ എടുത്തു ഉപയോഗിക്കാത്തത് കൊണ്ട് നമുക്ക് വീണ്ടും 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 തളർന്നു പോകുന്നു. അമ്മ ആ മാതൃത്വത്തിൻ്റെ വിശുദ്ധി മുഴുവൻ എനിക്ക് കിട്ടുകയാണ്. അമ്മ ആ സഹനത്തിൻ്റെ ബലം മുഴുവൻ എനിക്ക് കിട്ടുകയാണ്. അമ്മ ആ പ്രാർത്ഥനാ ചൈതന്യം ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചതുപോലെ എൻ്റെ ജീവിത ദൗത്യങ്ങൾ മുഴുവൻ എനിക്ക് ചെയ്യാനായിട്ട് ശക്തി കിട്ടുക. വലിയ ഈ എന്താണ് ഭൂമിയോളം വലിപ്പമുള്ള ഈ അമ്മ എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന് കഴിയുമ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു കരടുകളെ ഓർത്ത് നമ്മൾ വേദനിക്കേണ്ട ആവശ്യമുണ്ടോ? അമ്മയെ നമുക്ക് ചേർത്ത് പിടിക്കാം. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ആശ്രയബോധത്തോടെ അമ്മയുടെ അടുക്കിലേക്ക് കടന്നു വരാം. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ജീവിതത്തിൽ എന്നും ഒരു 3 നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നും മറക്കരുത്. മരണം വരെയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തുടങ്ങി വലിയ വലിയ കാര്യങ്ങൾക്ക് വരെ എപ്പോഴും നമ്മൾ ചൊല്ലിക്കൊണ്ട് നടക്കണം. കൊന്തയുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്, കൊന്ത നിർബന്ധമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി പ്രത്യേകിച്ച് യുവജനങ്ങളും ഒക്കെ ശ്രദ്ധിക്കണം. 3 ഹെയിൽ മേരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മശരീര വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ്. ജപമാല ഭക്തി നിർബന്ധമാണ്. അമ്മയെ വിളിക്കണം, ആപത്തുകളിൽ വിളിക്കണം. വേദനകൾ, അമ്മേ ഞാനിപ്പം ഭയങ്കര ദുഃഖിതയാണ് കേട്ടോ, അമ്മേ എനിക്ക് ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ, മാതാവ് എന്നെ എല്ലാവരും കുടുക്കിലാക്കിയത് കണ്ടോ, അമ്മേ ഞാൻ ഈ പരീക്ഷ എഴുതാൻ പോവുക കേട്ടോ, അമ്മേ നാളെ എൻ്റെ കല്യാണം നടക്കാൻ പോവുക, അമ്മേൻ്റെ കൂടെ വരണേ, അമ്മേ ഞാനൊരു പുതിയ വീട്ടിലേക്ക് വരും, അമ്മേ ആദ്യമേ വരണേ, അമ്മേ എല്ലാ കാര്യവും ഒന്ന് ചെയ്യണം, ഒന്ന് വർത്താനം പറഞ്ഞു നോക്കിയേ, എന്ത് രസവാ അമ്മേ ഞങ്ങളെ താങ്ങണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് അമ്മയുടെ മുൻപിൽ നമുക്ക് കൂപ്പുകരങ്ങളോടെ നിൽക്കാം. ആ കൊച്ചു ജസീന്തയും ഫ്രാൻസിസും ലൂസിയും ഒക്കെ അവരെങ്ങനെയാണ് നിന്നത്? അവർക്ക് എന്താ ഉണ്ടായിരുന്നത്? സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ഇപ്പോൾ അമ്മ വരുമെന്നോർത്ത് ആ കുഞ്ഞുങ്ങൾ ആ കുറ്റിക്കാട്ടിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. നമുക്ക് കുറ്റിക്കാട്ടിലൊന്നും പോകണ്ടാന്നേ, നമ്മൾ വീട്ടിൽ നിൽക്കാം. അമ്മേ ഞങ്ങൾ വീട്ടിൽ നിൽക്കുന്നു, ഞങ്ങളുടെ ജോലി സ്ഥലത്ത് നിൽക്കുന്നു, ഞങ്ങളുടെ യാത്രാവേളകളിൽ നിൽക്കുന്നു. ഞങ്ങളെയും സിഹിയൻശാലയിലേക്ക് കൊണ്ടുപോകണേ. അപ്പസ്തോലന്മാർക്ക് ആത്മാവിനെ കൊടുത്തതുപോലെ ഞങ്ങൾക്കും തരണേ. അമ്മയിലുണ്ടായിരുന്ന ആത്മാവിൻ്റെ നിറവ് ഞങ്ങൾക്ക് നൽകണമേ. അമ്മയെ പോലെ ജീവിക്കുവാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.